കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ തിരഞ്ഞെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I thank God for giving me this opportunity to stand with His Word before you all tonight. ആദ്യമായി IPC ഈസ്റ്റേൺ റീജിയൻ ഫെലോഷിപ്പിന്റെ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് വില്യമിന് എൻ്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. First, I want to greet Pastor Joseph Williams, who is in the leadership for the IPC Eastern Conference Fellowship. വൈസ് പ്രസിഡന്റായിരിക്കുന്ന മാത്യു ഫിലിപ്പ് അവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. Also, want to greet the Vice President, Pastor Matthew Phillip. സെക്രട്ടറി പാസ്റ്റർ ബാബു തോമസിന് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Also, greet Pastor Babu Thomas, who is the Secretary. മറ്റു ഭാരവാഹികൾ ട്രഷറർ ഭവൻ തോമസ് ആൻഡ് ജോയിന്റ് സെക്രട്ടറി ജോൺസൺ ജോർജ് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. I greet all others who are in the leadership for this fellowship in the name of Jesus. എൻ്റെ പേര് ജെറി ജോൺ, എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലാണ്. My name is Jerry John, and I am from the village Pathanamthitta. പത്തനാപുരം IPC സെന്ററിനോടുള്ള ബന്ധത്തിൽ പാസ്റ്റർ EC ജോർജ് അവരുടെ നേതൃത്വം നൽകുന്ന സഭയോടുള്ള ബന്ധത്തിൽ IPCയുടെ ഒരു വിശ്വാസിയായിരിക്കാൻ കഴിഞ്ഞ 30 വർഷക്കാലം ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. God enabled me for the past 30 years to be a member and serve in a church under Pastor PC George. കഴിഞ്ഞ 3 വർഷക്കാലം അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വെസ്ലി പാസ്റ്ററോട് ചേർന്ന് ഈ സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. And I'm continuing for the past 3 years to serve in this church under Pastor Wesley Daniel. എൻ്റെ മർത്തമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. I am one who was born in a Marthoma background. മർത്തോമ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മർത്തോമ സഭയുടെ ഉണർവ് കൈപ്പിടിയിൽ പിടിച്ച പുഞ്ചമണ്ണിൽ മാമന ഉപദേശിയുടെ 5-ാം തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. I'm in the 5th generation of a priest that held on to the traditions of the revival of the Marthoma faith in the 19th and 20th century. മർത്തോമ സമുദായത്തിൽ നിന്ന് രക്ഷയുടെ മാർഗത്തിൽ വന്നപ്പോൾ സഭ എന്നെ മുടക്കുവാൻ ശ്രമിച്ചു. And the church there that I was in tried to send me out of that church when I came into the faith. അന്ന് മാതാപിതാക്കൾ മർത്തോമ സമുദായത്തിന്റെ അംഗമായിരുന്നതുകൊണ്ട് അവർക്ക് എൻ്റെ വിശ്വാസം മുഖാന്തരം അവർക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ഇടവക അംഗത്വം സ്വയം രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്തത്. And then at that time, because my parents were also a member of that church, for there not to be any issues there, I myself made the decision to depart from that church. 17-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ ഒരു ദർശനത്താലാണ് എന്നെ തന്നെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചു വേർതിരിച്ചത്. In the age of 17, from a vision that God gave me, that is when I dedicated my life to serve God. കഴിഞ്ഞ 30 വർഷക്കാലം കർത്താവിന്റെ മാറ്റമില്ലാത്ത ഈ വചനവുമായി ഏന്തി വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം കർത്താവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. God for the past 30 years has been strengthening me and enabling me to carry out this word of God to many different places in the world. കഴിഞ്ഞ 14 വർഷക്കാലം സൗദി അറേബ്യയിലും ബഹ്റൈനിലും ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. Past 14 years God enabled me to work and to serve God in Saudi Arabia and Bahrain. Hallelujah. ഇവിടെ യുഎസിലായിട്ട് ഞാൻ 3 വർഷമായി. And I've been here in the US for the past 3 years. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കാം. Let's turn our attention to the word tonight. പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. Let's turn our attention to Colossians chapter 4 verse 12. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. Verse 12 reads like this: Epaphras, who is one of you, a servant of Christ Jesus, greets you, always struggling on your behalf in prayers, that you may stand mature and fully assured in all the will of God. ദൈവത്തിന്റെ മനുഷ്യനായ പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് പറയുകയാണ്, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. The Apostle Paul is talking about Epaphras here, that he is someone who is struggling in prayer. ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് നിൽക്കേണ്ടതിനാണ് പ്രാർത്ഥനയുടെ വിഷയം. And the prayer there is that they at the church would stand mature and full assured in the will of God. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ഹിതം അനുസരിച്ചുള്ള യാത്രയാണ് നമുക്ക് സക്സസ്ഫുൾ ആയ ഒരു ജീവിതം നയിക്കുവാൻ ഇടയാകുന്നത്. The most successful that we can be in this Christian journey is a journey that is following the will of God.
ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കും. And to the men of God and the children of God listening to me tonight, the Holy Spirit is reminding us to walk in a manner that is under the will of God. ഹല്ലേലൂയ. എപ്പഫ്രാസ് ആ കാലങ്ങളിൽ സഭയിൽ നിലനിന്നിരുന്നതായ ആ നാളുകളിൽ സഭയിൽ നിലനിന്നിരുന്നതായ ചില ജ്ഞാനവാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. And Paul is talking against certain ideologies or now philosophies that rose up in the church at that time. ദുരുപദേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തിയ ദൈവദാസനാണ് അപ്പോസ്തലനായ പൗലോസ്. Apostle Paul is someone who revealed what God's true word and will is in a time that false doctrines reigned in the land. അന്ന് നിലനിന്നിരുന്ന ജ്ഞാനവാദത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനവാദം അന്ന് നിലനിന്നിരുന്ന ജ്ഞാനവാദം. And some of the opinions that stood there, this is what he says about that. ദൈവം നന്മയാണ്, God is good, വസ്തു തിന്മയാണ്, and material blessings is bad. യേശുക്രിസ്തു ദൈവത്തിന്റെ അനേക ആവിർഭാവങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ അല്പം താഴ്ന്ന ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തുവിന്റെ. Jesus was someone who was below God and had some or if just one of the qualities of the deity. ജ്ഞാനവാദം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ അവർ നിഷേധിച്ചവരാണ്. And it is talking about the manhood or the Jesus being in the flesh at that time. എന്നാൽ ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ, But when we study the word of God, എഫേസ്യ ലേഖനത്തിൽ സഭയെ ക്രിസ്തുവിന്റെ ശരീരമായിട്ടാണ് പറയുന്നത്. we see that the church is depicted as the body of Christ. എന്നാൽ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് ആ സഭയുടെ തലയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. But Paul, being filled with the Holy Spirit, is telling the church in Colossae that Christ is the head of the church. ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നതാണ് ക്രിസ്തു. Jesus is the one who came in the fullness of the deity. Praise the Lord. Hallelujah. ഈ അന്ത്യകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. There's something that we must, at this end time, that we must pay close attention to. കർത്താവിദാസൻ സൂചിപ്പിച്ചതുപോലെ ദൈവഭക്തന്മാരും വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഈ കോവിഡിന്റെ മഹാമാരിയെ ലോകത്തോട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. We see many believers and unbelievers around the world who are losing their life due to this COVID pandemic. ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരും മരിക്കും. Along with evil people, the righteous men are also losing their life. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന യാതൊരു നഗരവുമില്ല. There is no land that persists or lasts long here. ഈ ദൈവവചനത്തിന്റെ ശുശ്രൂഷ തന്നെ അവൻ നിത്യതയോടുള്ള ബന്ധത്തിൽ നിത്യതയെ മുമ്പിൽ നിർത്തിയാണ് ഇന്ന് രാത്രി ഞാൻ ദൈവവചനം സംസാരിക്കുന്നത്. And I am preaching the word of God, and all word is preached in light of eternity and keeping eternity in our focus. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് ഈ വചന ശുശ്രൂഷയുടെ കാതലായ ലക്ഷ്യം. And the main goal of this word is to make any man complete and perfect in Christ. ഹല്ലേലൂയ. ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോകുമ്പോൾ ധനത്തിന്റെ ചിന്തകളും വഞ്ചനകളും ദ്രവ്യാഗ്രഹങ്ങളും മനുഷ്യനെ അവൻ നിത്യതയിൽ നിന്ന് അകറ്റുവാനിടയാക്കി. And as we are coming to the end, the thoughts of greed and the thoughts of money and power are overcoming the minds of many people. ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് വന്ന പത്രോസ് പറഞ്ഞത് നിങ്ങൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണ്. Peter, who came to the end of his life at the last moments, he is saying you must be partakers and conform your life to the image of Jesus. കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിനോട് കൂട്ടാളിയാകുന്ന ദൈവഹിതം സംബന്ധിച്ചുള്ള ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ഇന്ന് രാത്രി പോരാടേണ്ടത്. And we must continue and press forward in prayer in the same manner and the same goal to conform our life to the image of Christ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തലയോളം സ്നേഹത്തിൽ സത്യം സംസാരിച്ച് അവന്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് സ്വർഗ്ഗം നമ്മളെ കുറിച്ച് പ്രസാദിക്കുന്നത്. And heaven is pleased in us when we continue and act in love and act in a way that conforms to the image of Christ. ജീവിതത്തിന്റെ സായാഹ്ന സമയത്താണ് പത്രോസ് പറയുന്നത് നിങ്ങൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണ്. And it is at the end, at the last moments of Peter's life, he is saying you must conform and become like the image of Christ. ഇന്ന് നമ്മൾ ആത്മീയ ജീവിതം ആത്മീയ ലോകം നോക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ സ്വഭാവം എന്റെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു വളരെ ചുരുക്കമാണ്. There's only a few people in the spiritual world that pray for that type of a change to be conformed to the image of Christ. അവർക്ക് ഈ ലോകത്തിന്റെ മോഹങ്ങളും ചില മെറ്റീരിയൽസ് മതി അവർക്ക്. All they want is some of the desires and some of the blessings you can get in the world. എന്നാൽ മരണത്തിനപ്പുറമുള്ളതായ നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ളതായ വെളിപ്പാട് അവർക്കില്ല. But they do not have a revelation of the life that is to come after death.
അവൻ സദൃശവാക്യം പറയുന്നു, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. In Proverbs we read that when there was no revelation, the people scatter without any goal. അവൻ പൗലോസിന്റെ പ്രാർത്ഥനയാണ്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Paul is saying that give us a knowledge of discernment and wisdom. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്ന ദൈവവചനത്തിന് എല്ലാം വെളിപ്പാടിന്റെ പുസ്തകമാണ്. Everything that we have been given are things or revealed or given as revelations to us. ആമേൻ. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? എന്താ? ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് നമ്മൾ നിലനിൽക്കണം. What is Epaphras praying here for the church in Colossae? That you may stand assured in the will of God. പഴയ നിയമത്തിൽ ഭക്തയായ ഒരു സ്ത്രീയുണ്ട്. There is a great woman of faith in the Old Testament. ആമേൻ. ശമൂവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. 1 Samuel chapter 1 verse 27. ആമേൻ. ഹല്ലേലൂയ. ഹന്നയുടെ ഒരു പ്രാർത്ഥന. It is a prayer of Hannah. വളരെ നാളുകളായിട്ട് ഹന്നയുടെ ഗർഭം ദൈവം അടച്ചു വെച്ചിരിക്കുക. We see that God had closed the womb of Hannah for many years. ഹല്ലേലൂയ. പെണ്ണിനെ എപ്പോഴും ഹന്നയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, നിന്ദിച്ചുകൊണ്ടിരിക്കുക. And we know Penina was bothering and always accusing Hannah. ആ കാലത്ത് ദർശനം ഏറെയില്ലായിരുന്നു. There were no other visions and revelations at the time. വെളിപ്പാട് ഏറെയില്ലായിരുന്നു. There were not other revelations there. ദൈവവചനത്തിന്റെ വ്യക്താക്കളെന്ന് അഭിമാനിക്കുന്ന ഏലിയെ പോലെയുള്ളവരുടെ കണ്ണ് കുരുടായിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. A time where, unlike Eli, all the people's eyes had been blinded and marred to see that revelation there. ആത്മീയമായ നേതൃത്വം കൊടുക്കേണ്ട ഏലിയെ പോലെയുള്ളവരുടെ കണ്ണ് മങ്ങിയ ഒരു കാലഘട്ടത്തിൽ, Time where people like Eli's eyes were spiritually blinded. അവൻ ആ ആത്മീയ നേതാവിന്റെ മക്കൾ ഹല്ലേലൂയ സ്തോത്രം വളരെ വഷളന്മാരായി ജീവിച്ച ഒരു കാലഘട്ടത്തിൽ, We see that the children of Eli who were living in a very wicked manner. വെളിപ്പാടില്ലാത്തൊരു കാലം, A time where there's no revelation. ദർശനമില്ലാത്തൊരു കാലം, A time where there are no vision. ദൈവത്തിന്റെ വചനം ദുർലഭമായിരിക്കുന്ന ഒരു കാലം, A time where the word of God is silent. ആ കാലഘട്ടം കണ്ടപ്പോൾ ഹന്നയുടെ ഉള്ളം വേദനിക്കാനിടയായി തീർന്നു. And during that time, Hannah's heart is with grieving. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, Hannah prays to God. നീ എനിക്കൊരു മകനെ തന്നാൽ, If you give me a son, ഈ വഷളത്വം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ in this time that is so wicked, നീ എനിക്കൊരു മകനെ തന്നാൽ, if you give me a son, ഞാൻ അവനെ യഹോവയ്ക്ക് വേണ്ടി നിവേദിച്ചിരിക്കും. I will dedicate him to Jehovah. കേവലം ഒരു മകനില്ലാത്തതിന്റെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത പ്രാർത്ഥന അല്ല ഹന്നയുടെ. It isn't not a prayer where Hannah is trying to say that she doesn't have a son, so in some way she's trying to get one. നശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസഭയെ കണ്ടപ്പോൾ ഉണ്ടായതായ ആത്മഭാരത്തിൽ നിന്ന് ഹന്നയ്ക്ക് ഒരു പ്രാർത്ഥനയുണ്ടായി. But this is a prayer that arises when Hannah sees the wickedness and the destruction of the temple of God. അതിന്റെ 1-ാം അധ്യായം 27-28 പറയുന്നത്, Chapter 1 verse 27 and 28 says like this. ഹന്നയ്ക്ക് ദൈവം ഒരു മകനെ കൊടുക്കുകയാണ്. God is giving a son to Hannah. അവന് ശൗമേൽ എന്ന് പേരിട്ടു. He gives the name Samuel. ഈ ബാലനേക്കാണ് ഞാൻ പ്രാർത്ഥിച്ചത്. This is the child I prayed for. ഞാൻ അവനെ യഹോവയ്ക്കായി നിവേദിച്ചിരിക്കുന്നു. And I have given him and I have lent him to the Lord. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ ദൈവസഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ, ദർശനമില്ലാത്ത വെളിപ്പാടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്റെ തലമുറയെ സമർപ്പിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കളായ നമ്മൾ എന്തുമാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Brothers and sisters and parents, how much can we dedicate our children in a time like this when there are no vision or revelation in this wicked world? How many of us can dedicate and have the same prayer to dedicate the next generation for the Lord? ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. The Lord heard the prayer of Hannah. 3 പ്രൊഫഷൻസ് ശൗമേലിൽ കാണുവാൻ സാധിക്കും. We can see 3 professions in Samuel. 3 പേർക്ക് കൊടുക്കേണ്ട കാര്യമാണ്. 3 things that should be given to 3 different people. ശൗമേൽ ഒരു പ്രവാചകനായിരുന്നു. He was a prophet. അവനൊരു ന്യായാധിപനായിരുന്നു. He was a judge. അവനൊരു പുരോഹിതനായിരുന്നു. He was a priest. 3 പ്രൊഫഷനും കൂടെ ഒരുമിച്ച് ചേർന്ന ഭക്തനായ മനുഷ്യൻ. He's a man of faith that had these 3 professions in one. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? Why did that happen? വിശ്വസ്തന്മാരില്ലാത്ത ഒരു കാലഘട്ടം, A time where there were no faithful people. ഭക്തന്മാരില്ലാത്ത ഒരു A കാലഘട്ടം, time where there are no saints for God. ദർശനമില്ലാത്ത ഒരു കാലഘട്ടം. A time where there are no vision. പ്രാർത്ഥിച്ച മനുഷ്യനെ അത് 3 ഏൽപ്പിക്കുവാനിടയായി. The one who was prayed for, God gave those 3 to him. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. There's an answer for our prayer. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുന്നതാണ്. God hears all of our prayer. പ്രാർത്ഥനയാണ് നമ്മളെ നിർത്തുന്നത്. Prayer is what holds us up. പ്രാർത്ഥനയില്ലാത്ത പ്രസംഗം നിർജീവമാണ്. Preaching without prayer has no life. ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. Prayer is where we communicate with God. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഇന്ന് രാത്രി തുറക്കുന്നതാണ് പ്രാർത്ഥന. Prayer will allow for these doors that are closed to be opened. നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ് പ്രാർത്ഥന. Prayer leads us into holiness. പ്രാർത്ഥനയെ തടയുന്ന അന്ധകാരത്തിന്റെ വ്യാപാര സർവ്വങ്ങളെ ദുഷ്ടാത്മ സേനകൾ ഇതിന്റെ മുകളിലുണ്ട്. There are powers of darkness
that are working to stop the prayer in our life. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന മുകളിലോട്ട് പോകാത്ത രീതിയിൽ തടയുന്ന അന്തരീക്ഷത്തിന്റെ വ്യാപാര ശക്തികളുണ്ട്. Powers of darkness that are in the air that stop the prayer from reaching heaven. ഇന്ന് രാത്രി അതിനോട് യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. There are angels that God has released to gain victory over those powers of darkness. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. Battle belongs to the Lord. ഹല്ലേലൂയ. ബലത്തിന് കുതിര വ്യർത്ഥമാണ്. The horse is not good for power. ബലാധിക്യം കൊണ്ട് ഒരു രാജാവും രക്ഷപ്പെടുന്നില്ല. With his power, a king cannot be rescued. ജ്ഞാനികളുടെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി മാറ്റി. God has made foolish the wisdom of the wise. എന്നാൽ ജ്ഞാനികളെ ലജ്ജിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമാണ് തിരഞ്ഞെടുത്തത്. But God chose what is foolish in the world to shame the wise. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായി തിരഞ്ഞെടുത്തു. He chose what is weak in the world to shame the strong. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. How? By the power of the Holy Spirit. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. By the power of the Holy Spirit. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. There's a prayer from the Apostle Paul. എനിക്ക് അവന്റെ സ്നേഹത്തെ ഒന്ന് അറിയണം. I want to know his love. എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അറിയണം. I want to share in his suffering. എനിക്ക് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അറിയണം. I want to know the power of his resurrection. അത് അറിയുവാനാണ് ഞാൻ ഓടുന്നത്. That's why I'm running. അതുകൊണ്ട് ഞാൻ പിന്നിലുള്ളതിനെ മറക്കുന്നു. I'm forgetting what is behind me. മുമ്പിലുള്ള എന്റെ നിത്യതയെ ലാക്കാക്കി ഞാൻ ഓടുകയാണ്. I'm keeping eternity before me and I'm running. ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. I'm not saying that I've received it. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. I'm running so that I might receive it. നമ്മൾ തികഞ്ഞവരൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. Do you think that we are not complete? ഹല്ലേലൂയ. ഈ ഓട്ടത്തിന്റെ യാത്രയിൽ നമ്മൾ ഗേഹസിയെ പോലെ ആകരുത്. Do not be like Gehazi in this journey, in this race. എലീശയുടെ പിൻഗാമിയായി ഗേഹസി വരേണ്ടതാണ്. She's supposed to come up after Elisha. എന്നാൽ നയമാൻ കൊടുത്തതായ ചില പൊന്നിന്റെയും പണത്തിന്റെയും പുറകിൽ അവർ ഓടുന്നത്. But he is running behind some of the wealth that was given to Naaman. അവന് ചില പൊന്നും പണവും അങ്ങനെയുള്ള കാര്യങ്ങൾ മതി. He wants some silver and he wants some money. അവൻ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. He's one who should be ministering with the anointing. പക്ഷേ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ്. The greed is the birth of all type of evil. അത് ആഗ്രഹിച്ചിട്ട് ചിലരെ വിശ്വാസം വിശ്വാസം വിട്ടിട്ട് അലഞ്ഞുടരുകയാണ്. But some people because of that have left the faith and are departed from the faith. ഇന്ന് രാത്രി ദൈവദാസി നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. The Holy Spirit is telling you, man and woman of God, നീ വലഞ്ഞു പോകുന്ന നീതിമാനാകരുത്. do not be a man of God who departs from the faith. അതിൽ മടങ്ങി വന്ന അതിന്റെ ശക്തിയോടെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. If you come back, God can use you mightily. ഒരു തീപ്പന്തമായി ഉപയോഗിക്കുവാൻ കഴിയും. He can use you as a great flame this time. ഈ കാലഘട്ടത്തിലെ പ്രവാചകനായി ദൈവത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കും. He can use you as a mighty men and women of God during this time. പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനെ ഒരു തീയാക്കി മാറ്റുവാൻ He can സാധിക്കും. make you a flame through the power of the Holy Spirit. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. May God strengthen each and every one of us. പഴയ നിയമത്തിൽ വേറൊരു ഭക്തനാണ് യെബേസ്. Jabez is another man of God in the Old Testament. അവന്റെ അമ്മ അവനെ രാജിയിട്ടു. His mom gave him a limit. സങ്കടങ്ങളുടെ മകൻ. The one who have the government. ദുഃഖത്തിന്റെ മകൻ. He is a man of sorrow, of sorrow. അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. She was birthed with great pain. ലേബർ അല്പം പ്രയാസമായിരുന്നു. And labor was a little difficult. ഞാൻ കഴിഞ്ഞ ദീർഘവർഷക്കാലം ഒരു നേഴ്സായിട്ട് ജോലി ചെയ്ത ആളാണ്. I am someone who many years had worked as a nurse. ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആകുന്ന അനേക വിഷയങ്ങളുണ്ട്. There are many reasons and many things that happen when a delivery is complicated. ബിഗ് ബേബി ആണെങ്കിൽ ഡെലിവറി കോംപ്ലിക്കേഷൻ ആയിരിക്കും. Even if it is a big child, the labor and the delivery will be complicated. അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ അത് പ്രൊലാപ്സ് ആയി കഴിഞ്ഞാൽ ലേബർ പ്രയാസമായിരിക്കും. If there is an issue with the umbilical cord and the child, the labor will be difficult. പൊസിഷൻ മാറിയാൽ ലേബർ പ്രയാസമായിരിക്കും. If the position of the child changes, the labor will be difficult. യെബേസിന്റെ ജനനം അങ്ങനെയായിരുന്നു. That was like the birth of Jabez. അവന്റെ അമ്മ അവന്റെ അമ്മ എന്തോ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ യെബേസ് എന്ന് പേര്. She gave him the name Jabez because he was birthed with great pain. സങ്കടമുള്ള മകൻ. He is a man of government. ദുഃഖത്തിന്റെ മകൻ. He was born of sorrow. അവന്റെ അമ്മ ഒരു ബൗണ്ടറി ഇട്ടു. His mom gave him a boundary. സങ്കടത്തിന്റെ മകൻ, ദുഃഖത്തിന്റെ മകൻ. He was born of sorrow. പഴയ നിയമത്തിൽ ഒരു പേര് വീണാൽ, പ്രാവചനികമായ ഒരു പേര് വീണാൽ അവന്റെ അവസാനം വരെ അങ്ങനെയാ. If there is a prophetic name given in the Old Testament, his end will be like that. ആർക്കാണ് സങ്കടത്തോടെ ജീവിക്കാൻ ആഗ്രഹമുള്ളത്? Who wants to live with sorrow? ആർക്കാണ് പ്രയാസം വേണ്ടത്? Who wants trouble in their life? പ്രാവചനികമായ അതിനെ മാറ്റുവാൻ യെബേസ് ദൈവത്തെ പിടിച്ചു. He held on to God to change that destiny. ദിനവൃത്താന്ത പുസ്തകം 1 വാക്യമാണ് പറയുന്നത് ഞാൻ. In 1 Chronicles chapter 4 verse 9 we read like this. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട്,
to the God of Israel, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. you must bless me. എന്റെ അതിരിനെ വിശാലമാക്കണം. You must enlarge my border, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരുവാൻ ഇടയാകരുത്. so that harm might not bring me pain. Your hand must be with me. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. And God granted what he asked for. അവന്റെ അമ്മയിട്ട അതിരിനെ അവൻ പൊട്ടിച്ചു മാറ്റുവാൻ ദൈവത്തെ കേൾപ്പിടിച്ചു. He held on to God to enlarge the border that his mom had given to him. ശത്രു നിനക്കെതിരെ പല അതിരുകളും ഇടുവാനിടയായി. There are certain borders that the enemy tries to put on you. ദൈവദാസന്റെ ശുശ്രൂഷ വളരാതിരിക്കുവാൻ വേണ്ടി ശത്രുവിനെ ബന്ധിക്കാനിടയായി. Man of God, so that your ministry will not grow, the enemy will put certain borders. എന്നാൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, But if you begin to pray tonight, നിന്റെ സഭയുടെ അതിനെ വിശാലമാക്കുവാൻ ദൈവം അവൻ ശക്തമായി ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുക. God is speaking to us, and he can even enlarge the border of the church. നിന്റെ ഫിനാൻഷ്യൽ മേഖലകളെ അവൻ വ്യാപകമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Even the borders of our finances. അവൻ നിന്റെ ഇന്റലക്ച്വൽ നിന്റെ ബുദ്ധിപരമായ കഴിവിനെ അവൻ വളർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Any intellectual capabilities we have, God can work to enhance the border. ദൈവമേ നീ എന്റെ അതിനെ വിശാലമാക്കുക. God, would you enlarge my border? അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. God granted to him what he asked for. ഇന്ന് രാത്രിയിൽ അവൻ ഒരു വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കുവാൻ ഇടയായി തീരും. God is going to hear that prayer that you pray tonight. എന്നാൽ പ്രാർത്ഥന തടയുന്ന പല ഘടകങ്ങളുണ്ട്. But there are certain things that will block that prayer. മനുഷ്യനിൽ അസൂയ വ്യാപരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന മുന്നോട്ട് പോകത്തില്ല. If there is jealousy within the heart of man, his prayer will not rise. മനുഷ്യനിൽ കോപം വ്യാപരിച്ചാൽ പ്രാർത്ഥന മുന്നോട്ട് പോകത്തില്ല. If man has anger in his life, the prayer will not rise. അഹങ്കാരം മനോഭാവമാണെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. If you have greed or jealousy in your heart, that prayer will not rise. ജീവിതത്തിൽ ഉന്നത ഭാവം നിനക്കുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. If you think that you are greater than someone, that prayer will not be heard. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള സ്പിരിറ്റുകൾക്കെതിരെ നാം ശക്തിയോടെ പ്രാർത്ഥിക്കണം. So we have to pray against these spirits in our life. കോപത്തിന് എന്റെ മേൽ അധികാരമില്ല. Anger has no claim on me. പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. Sin has no authority over me. അഹങ്കാരത്തിന് എന്റെ മേൽ അധികാരമില്ല. Jealousy has no authority over me. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ. Life and death is in the power of the tongue. അതിനെ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അതിന്റെ ഫലം അനുഭവിക്കും. He who is obedient to it will bear the fruits of it. നിന്റെ നാവ് കൊണ്ട് നീ തുറന്ന് സംസാരിക്കണം. Be careful what you speak through your mouth. നിന്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ പോലെയാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. It should be like the writing of a skillful writer. Our mouth should be. ദുഷ്ടൻ നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിന്റെ നാവിനെ നീ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. When your enemy is before you, watch what you say with your mouth. നിന്റെ വാക്കിൽ നീ കുടുങ്ങുവാൻ ഇടയാകരുത്. Do not be trapped with the words you say. വാക്കുകളിട്ട് പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ നീ പോരാടി പ്രാർത്ഥിക്കണം. You should pray against the spirits that try to capture you with the things you say. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. Our battle is not against flesh and blood, but against the princes and the authorities and the spiritual forces in the air. നിങ്ങൾ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. You should be conformed to the divine image of Christ. കർത്താവ് പ്രാഗൽഭ്യത്തോടെ നിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. Jesus said something very boldly. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവുമില്ല. The ruler of this earth is coming and he has no claim over me. പിശാചിന് അവകാശം പറയുന്ന ഒന്നും എന്റെ കയ്യിലില്ല. There's nothing in my hand that the devil can claim authority over. പിശാചിന്റെ ഒരു ചരക്കും എന്റെ കയ്യിലില്ല. There's no trap or skill of the enemy that he can claim authority over. ആ പ്രാഗൽഭ്യത്തിലേക്ക് ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ക്ഷണിക്കുകയാണ്. And the Holy Spirit is inviting us to proclaim that with boldness this morning. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. Let that be our prayer. പുതിയ നിയമത്തിൽ വേറൊരു മനുഷ്യനുണ്ട്. There's another man in the New Testament. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനായ മനുഷ്യൻ. He is the one who had that demon possession, the Gerasene. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. Mark chapter 5. അവർ രാവും പകലും നിലവിളിച്ചു. They cried morning and night. കല്ലറകളിലാണ് അവന്റെ താമസം. He is living in the den. അവൻ തന്നെത്താനെ കല്ല് വെച്ച് കൈ ചതച്ചുകൊണ്ടിരുന്നു. He is hitting his own arm. ഞാൻ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ 11 വർഷം നേഴ്സായിരുന്നു. I was for 16 years I was a nurse in the psychiatric ward. പിശാച് അവന്റെ ചിന്തകളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യും. The devil will control their mind and their emotions. അവന്റെ കോപം അവനെ അടക്കാൻ കഴിയുന്നില്ല. His anger cannot be controlled. അവന്റെ വ്യഭിചാരത്തിന്റെ ചിന്ത അവനെ കൊന്നുകളയുക, അവനെ അടക്കാൻ കഴിയുന്നില്ല. The evil thoughts in his mind cannot be controlled.
അവൻ അസൂയയുടെ വ്യാപാരം അവനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. The jealousy in his heart and the evil in his heart is bringing him to another realm. മ്ലേച്ഛകരമായ ജീവിതം ആഗ്രഹിച്ച് അവൻ പാപത്തിന്റെ വഴി പോവുകയാണ്. With the wickedness in his heart, he is walking down a sinful path. പിശാച് അവനെ കയറി പിടിച്ചു. The devil takes a hold on him. അവന് ഡിപ്രഷന്റെ അവൻ വല്ലാത്ത സ്പിരിറ്റിൽ അവൻ ഭാരപ്പെടുകയാണ്. There's a great depressive spirit in his life. സമയത്തിന് മുന്നമേ ഒടുക്കിക്കളയുവാൻ ഇപ്പോൾ അവൻ കല്ലറയിലാണ് താമസിക്കുന്നത്. He's living in the tomb so that he may depart before his time. അവന്റെ താമസ കല്ലറകളിലാണ്. He's living within tombs. അവൻ സമയത്തിന് മുന്നമേ ഒതുക്കിക്കളയുന്ന പൈശാചിക വ്യാപാരങ്ങൾക്കെതിരെ നമുക്ക് യുദ്ധമുണ്ട്, പ്രാർത്ഥനയുണ്ട്. There is a battle and a fight that we have against the spirit of darkness that tries to capture us before our time. ഈ ചെറുപ്പക്കാരനെ കല്ലറയിലേക്ക് കൊണ്ടുപോയ പിശാച്. The devil is taking this young man to a tomb. അവനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. He's not able to control it. അവന്റെ ചങ്ങലക്കിട്ടിരിക്കുക. He has shackles on his hand. ഭ്രാന്തന്മാരെ ചങ്ങലക്കിടും. The people who have lost their mind, they would put them in shackles and chains. ഒത്തിരി ശല്യമാവുമ്പോൾ ഞങ്ങൾ അവരെ പിടിച്ച് കെട്ടാറുണ്ട്. And we would tie them up if they are being too much of a disturbance. അവർക്ക് ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട്. We would give them a certain injection. അതിന്റെ ശക്തി പോകുമ്പോൾ അവര് പിന്നെയും പഴയ പോലെയാകും. And when the power of that, whatever we did goes, they will come back to what they were before. അവരൊരു കല്ലെടുത്ത് തന്നെ ചതയ്ക്കുകയാണ്. He is taking a stone and he is hitting himself. അവൻ സെപ്റ്റിക്കായി മരിക്കേണ്ട സമയം കഴിഞ്ഞു. The time where he should die because of that, what he has been doing should have passed. എന്നാൽ അവൻ മരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. But God did not allow him to die. സഹോദര സഹോദരി ദേവദാസ, ഈ കൊറോണ നിന്റെ ജീവിതത്തെ മരിപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ പോരാടിയിട്ടുണ്ട്. This coronavirus has been coming against you to take your life. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രൊട്ടക്ഷൻ നിനക്കുള്ളതുകൊണ്ട് നീ മരണത്തിൽ രക്ഷിക്കുവാനിടയായി തീർന്നു. You've been protected by the power and the blood of Jesus Christ. സംഹാര ദൂതൻ നിന്നെ പിടിക്കാതെ വണ്ണം യേശുവിന്റെ രക്തത്തിലുള്ള യാത്രയുമാണ് ഇന്ന് രാത്രിയിലും ഈ വചനത്തിന് മുമ്പിലായിരിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുന്നത്. The Passover has passed over because the blood of Jesus Christ has been a mark over you. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് നമ്മൾ We have വന്നിരിക്കുന്നത്. come to the blood of Jesus that speaks a better word than the blood of Abel. ഒരു സൈഡിൽ പോരാട്ടമുണ്ടെങ്കിലും One time you have a battle. മറു സൈഡിൽ സർവശക്തനായ ദൈവം നമ്മോടൊപ്പമുണ്ട്. There is a strong and mighty God on our behalf. ദൈവത്തിന്റെ ശക്തിയേറിയ ദൂതന്മാരുണ്ട്. There are angels that are sent to fight for us. ഇബ്രാഹിമിലേക്ക് ഇങ്ങനൊരു വചനമുണ്ട്. There is a word in the Hebrews like this. പിന്നെയോ സീരിയോൻ പർവ്വതത്തിനും Into the Mount of Zion അനേകായിരം വിശുദ്ധന്മാരുടെ സർവ്വസംഘത്തിനും and all the saints സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും and all the principalities in the air സിദ്ധന്മാരുടെ ആത്മാക്കളുടെ മുൻപിൽ and before the spirits before us. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാണ് നമ്മൾ We have വന്നിരിക്കുന്നത്. come to the blood of Jesus who speaks a better word than the blood of Abel. അവൻ കല്ലെടുത്ത് തന്നെ ചതക്കുകയാണ്. He is taking a stone and he is cutting himself. അവൻ മരിച്ചില്ല. He did not die. ഗലീലയിൽ വലിയ ഉണർവ് നടന്ന സമയത്ത് At a time where there's a great revival in Galilee, അനേകായിരങ്ങളെ കർത്താവ് മാറ്റി നിർത്തി. Jesus is holding back many thousands. ഈ ഒറ്റ മനുഷ്യന് വേണ്ടി കർത്താവ് കടൽ കടന്ന് അക്കരയ്ക്ക് പോവുകയാണ്. Jesus is going across the sea for this one man. ഒരു മനുഷ്യന് വേണ്ടി, For one man, വലിയ ക്രൗഡിന് വേണ്ടിയല്ല, not for a great crowd, ഒരു മനുഷ്യന് വേണ്ടി, just for one man. ഒരു വ്യക്തിയെ ഉള്ളുവെങ്കിലും Even if there's only one person, നീ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചാൽ, if you serve faithfully, ഹല്ലേലൂയ, അവൻ അല്പത്തിൽ വിശ്വസ്തനായാൽ, if you are faithful in the small thing, ദൈവദാസ നിന്നെ അവൻ അധികത്തിൽ വിചാരകനാക്കും. man of God, he will be put you in charge of many things. അല്പത്തിൽ വിശ്വസ്തനായാൽ, If you are faithful in the very little, യഹോവയെ രക്ഷിക്കണമേ. God, you must save me. ഭക്തന്മാരില്ലാതെ പോകുന്നു. When there are not men of faith, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറയുന്നു. when there are not many people who are faithful, നീ വിശ്വസ്തനായാൽ, if you are faithful, ഈ നൂറ്റാണ്ടിന്റെ പ്രവാചകനായി ഉണർവുകാരനായി ദൈവം നിന്നെ യൂസ് God can ചെയ്യാൻ. use you in this time, in this revival time. കല്ലറയിൽ കിടന്ന ഈ മനുഷ്യനെ This man who is sitting in the tomb, യേശു സൗഖ്യമാക്കി. Jesus is healing him. അവനെ ഗദരദേശത്തേക്ക് വിട്ടു. He is sending him to the Gerasene land, 10 പട്ടണങ്ങളുടെ നാട്, the land of 10 towns, ഉന്നതന്മാരുടെ നടുവിൽ, a land of many wise people, ഗവർണർമാർ താമസിക്കുന്ന ഏരിയ, an area where many governors live, സൈനിക മേധാവികൾ താമസിക്കുന്ന ഏരിയ, many wise men and many high-positioned people, വലിയ സമ്പന്നന്മാർ താമസിക്കുന്ന ഏരിയ. an area where many wealthy people live. കല്ലറയിൽ കിടന്ന ഈ മനുഷ്യനെ This man who was living in a tomb, യേശു അവനെ സ്പർശിച്ചപ്പോൾ when Jesus touched him, അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. his situation changed. അവൻ ദരിദ്രനെ ഉയർത്തുകയാണ്. He is bringing up this poor person. കുപ്പയിൽ നിന്ന് ഉയർത്തുകയാണ്. He is lifting him up from that situation. പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുന്നവനാണ്. The one who sits him with wise men. ഇതാണ് നമ്മുടെ ദൈവം. This is our God. ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് പ്രാർത്ഥിക്ക്. Pray according to the will of God. ദൈവത്തിൽ തന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. God has a plan to use you. ദൈവം നമ്മളെ സഹായിക്കട്ടെ. May God enable us to do so. പ്രാർത്ഥിക്കാം. Let's pray. സ്വർഗ്ഗപിതാവേ,
ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾ സംസാരിച്ചതിനായി സ്തോത്രം. നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസന്മാരെ, ദാസിമാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ടത് ശ്രദ്ധയോടെ കരുതുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒഴുകി പോകുവാൻ ഇടയാകരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.